Prayer. Dear God, be with us today. Help us to be good and kind to others. Bless our parents, teachers, and friends. Thank you, God, for everything. Good morning, respected teacher and my dear friends. It is my pleasure to welcome you all to today's online class. Even though we are not in the classroom, we are connected through this online platform to learn together. I warmly welcome our respected teacher who always guides and support us. I also welcome all my dear classmates. Let us make today's class interesting and productive by listening carefully and participating actively. Thank you, everyone. Have a great class. Thought of the day: be positive, work hard, and make it happen. Thank you. Good morning. Good morning, ma'am. 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 Good morning. Okay, prayer എല്ലാം കഴിഞ്ഞോ? Yes, Yes, ma'am. ma'am. Yes. Yes, ma'am. Okay, fine. So, നമ്മൾ പാർട്ട് 3 ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് ഔട്ട് ഉണ്ട്. യൂണിറ്റ് 9 ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് എടുക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് വൈവയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കൺസേൺസ് ഉണ്ടോ? അറ്റൻഡ് ചെയ്തവരുടെ പോട്ടെ, കാരണം ഞാൻ ക്ലാസ്സിൽ വരുന്ന ഇപ്പോഴാണല്ലോ. ബാക്കിയുള്ളവർ പറയും. കുറെ പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞു. പിന്നെ ടീച്ചർ വന്ന് ഇരിക്കുന്നു, ആരും കേറുന്നില്ല, നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്യുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, ആ രീതിയിലും സംഭവിക്കുന്നുണ്ട്. അത്രയും സമയം ടീച്ചർ വെയിറ്റ് ചെയ്യുവാണ്. എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലേ? നേരത്തെ ഇൻഫോം ചെയ്യുവാണെങ്കിൽ ആ ടീച്ചറുടെ സമയം പോകില്ലല്ലോ. ഇതിങ്ങനെ 10 മിനിറ്റ് നോക്കും, കാണാതാകുമ്പോ ഒരു 5 മിനിറ്റ്സും കൂടെ എക്സ്ട്രാ ഇരിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ടും ആള് വരുന്നില്ല. അപ്പൊ ഒരു ടീച്ചറുടെ സമയം നമ്മള് കളയുമല്ലോ. ദാറ്റ് ഇസ് ഡിസ്റെസ്പെക്ട്. പറഞ്ഞാൽ മതി, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ടീച്ചർ വെയിറ്റ് ചെയ്യില്ലല്ലോ. എന്താ പ്രശ്നം? എന്താ? അങ്ങനെ കുറെ പേര് വിളിച്ചു പറഞ്ഞു, നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വേറൊരു ടൈമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാരും ലാസ്റ്റ് വേണമെന്ന് പറയുമ്പോ എല്ലാരും ലാസ്റ്റ് ആവുമ്പോ അത് ഫസ്റ്റ് തന്നെ ആവുമല്ലേ? ആദ്യമൊന്നും ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ലാസ്റ്റ് മതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. യെസ്, നമുക്ക് എന്താ ഒരു സൊല്യൂഷൻ? നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താ ഒരു സൊല്യൂഷൻ വെക്കാൻ പറ്റും? പറയും. മാർച്ച് 23 എക്സാം ആണ്. ടൈം ടേബിൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 നിങ്ങൾ ടേം 2 എക്സാമിനേഷൻ ആണ്. ആ എക്സാമിന് മുമ്പൊക്കെ അങ്ങ് തീരുവാണെങ്കിൽ റിലാക്സ് ചെയ്ത് തിയറി എക്സാം അറ്റൻഡ് ചെയ്തൂടെ?
നിങ്ങൾക്ക് ശരിക്കും ടൈം കൂടുതൽ കിട്ടി. പെരുന്നാൾ വന്നത് കാരണം നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കോൺവെക്കേഷൻ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് എക്സാമിന്റെ ഡേറ്റും പെരുന്നാൾ കഴിഞ്ഞ് വെച്ചത്. കാരണം നോമ്പ് സമയത്ത് പഠിക്കാൻ ബുദ്ധിമുട്ട്, ടയർഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പരീക്ഷ ആ സമയത്തും വെക്കാതിരുന്നത്. യെസ്, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലി അറിയിക്കൂ. ഞാൻ ഇങ്ങനെയും പറഞ്ഞിരുന്നു, ഏത് ടീച്ചറിന്റെ വൈവ ആണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാലും മതി എന്ന്. കുറെ പേര് എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മൾ അതിനനുസരിച്ചൊക്കെ അവർക്കെല്ലാം അറേഞ്ച്മെന്റ്സും കൊടുത്തു. ബാക്കി ടീച്ചർമാരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു. എനിവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വൈവയുടെ ടൈം സ്ലോട്ട് തന്നതിന് ശേഷം പറയരുത്, കാരണം ആ ടീച്ചറെ ഇൻഫോം ചെയ്യണമല്ലോ. അതുകൊണ്ടാണ്. എന്നെ വിളിച്ചാൽ ചിലപ്പോൾ എപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാലും ഞാൻ മെസ്സേജിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ ഫൈൻ. സോ ടെൻഡൻസീസ് ഓഫ് മാൻ, ഇതും ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. കാരണം നമ്മൾക്ക് ഭയങ്കര ടെൻഷൻ, കോൺഷ്യസ് ആകും നമ്മള്. ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർ എന്തെങ്കിലും വിചാരിക്കുമോ, മോശമാവോ. നിങ്ങളുടെ വൈവ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. മാർക്ക് കിട്ടുന്നതും എന്താ പറയാ, നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും. അത് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, നമ്മൾ പെർഫോം ചെയ്തതിനനുസരിച്ചല്ലേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പലരും പല രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പൊ പിന്നെ എല്ലാരെയും നമുക്ക് ഒരുപോലെ കാണാനായിട്ട് പറ്റില്ല. പക്ഷെ വൈവ പ്യുവർലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഈവൻ വേറൊരാളോട്, വേറൊരു ടീച്ചറോട് പോലും ഡിസ്കസ് ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ കോഡ് ഓഫ് എത്തിക്സ്. ഇനി എത്ര മാർക്ക് ഇടുന്നു എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ ടീച്ചേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് അവര് പറഞ്ഞത്, ഞാൻ അവിടെ എത്ര മാർക്ക് കൊടുക്കണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവർക്ക് വരുമ്പോൾ മാത്രമാണ് എന്നെ അപ്രോച്ച് ചെയ്യാറുള്ളൂ. അല്ലാതെ നടക്കുന്ന വൈവകൾ മുഴുവനും കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും നടക്കുന്നത്. റെക്കോർഡിംഗ് ഇല്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമമൊന്നും വിചാരിക്കണ്ട. പിന്നെ ഇനി ഏതെങ്കിലും ഒരു ടീച്ചറുടെ വൈവ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ആ ടീച്ചർ ആണെങ്കിലേ ഞാൻ അറ്റൻഡ് ചെയ്യുള്ളൂ, വേറൊരു ടീച്ചർ ആണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. No, ma'am. അങ്ങനെ ചില റിക്വസ്റ്റ് ചില ബാച്ചിൽ നിന്ന് വന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് ആ ടീച്ചറെ ഒന്ന് തരാമോ, ഈ ടീച്ചറെ ഒന്ന് തരാമോ എന്നൊക്കെയുള്ള ചില റിക്വസ്റ്റ് ഒക്കെ വന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. ചിലപ്പോ കംഫർട്ടബിൾ അതുകൊണ്ടായിരിക്കും കേട്ടോ, അതുകൊണ്ടാവും. പിന്നെ നമ്മൾ ചിലവര് കൺസേൺസ് കൊടുക്കാറുണ്ട്. കാരണം ചിലർക്ക് ഒത്തിരി പേഴ്സണൽ ഇഷ്യൂസ് കാരണം വീട്ടിലറിയാതെ പഠിക്കണവര്, അങ്ങനെയൊക്കെ അങ്ങനെ ചില ബാച്ചുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് ചിലപ്പോ ഒന്ന് റിക്വസ്റ്റ് ചെയ്യും. പിന്നെ ഈവനിങ് ടൈമില് വീട്ടില് ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് വരുന്ന പ്രായമായവര് ഭയങ്കര ബഹളം വെക്കും. അപ്പൊ അങ്ങനെയൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തവരുണ്ടായിരുന്നു. പല ബാച്ചുകളിലും ഉണ്ട് കേട്ടോ, ഞാൻ അറിയാതെയാണ് പഠിക്കുന്നത്, അപ്പൊ അവരില്ലാത്ത സമയത്ത്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ജെന്യുവിൻ കൺസേൺസ് ആണ് ആ റിക്വസ്റ്റ് ഒക്കെ. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് എന്തും ഓപ്പൺ ആയിട്ട് പറയാം, നോ പ്രോബ്ലം. ആരും അതിന്റെ ആളാണ് അതൊന്നും ആരോടും ഈവൻ ടീച്ചേഴ്സ് തമ്മിൽ പോലും ഷെയർ ചെയ്യാറില്ല. നമ്മുടെ ഒരു കോഡ് ഓഫ് എത്തിക്സ് അങ്ങനെ തന്നെയാണ്, നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യില്ല. ഓക്കെ, സോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് ആ വൈവ കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഒരു ഹ്യൂമൻ ടെൻഡൻസിയിൽ വരുന്ന ഒരെണ്ണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒന്ന് പറയട്ടെ, ഈ ടെൻഡൻസീസ് ഒന്നും നമ്മളുടെ ഡെവലപ്മെന്റിനെ നമ്മൾ ഒട്ടും സഹായിക്കില്ല. നമ്മളിവിടെ പോസിറ്റീവ് ടെൻഡൻസീസ് മാത്രമേ നിങ്ങളുടെ ലെസണിലുള്ളൂ. ആ ടെൻഡൻസി കൊണ്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ടെൻഡൻസീസിൽ കാണുന്നത്. മോണ്ടിസോറി ഒരു 14ഓളം ടെൻഡൻസീസ്, യൂണിവേഴ്സൽ ടെൻഡൻസീസ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് മോണ്ടിസോറി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ ആദിമ മനുഷ്യൻ, നമ്മുടെ ഫോർ ഫാദേഴ്സ്, അവര് ജീവിച്ചിരുന്നതും അവര് ഇവല്യൂഷൻ സംഭവിച്ച് ആ ഒരു സിവിലൈസേഷനിലൊക്കെ വന്നിട്ടല്ലേ, സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. മോണ്ടിസോറി ടേംസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാം. മെസ്സേജ് കണ്ടപ്പോൾ ചോദിച്ചത്. അപ്പൊ അങ്ങനെ സിവിലൈസേഷൻ സംഭവിച്ചതിനൊക്കെ കാരണം, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന AI എറയിൽ എത്താൻ കാരണം ഈ ടെൻഡൻസീസ് എല്ലാമാണ്. ടെൻഡൻസീസ് മൂലമാണ് ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്ത് നമ്മൾ AI എറയിൽ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഷെയർ ചെയ്യാം.
മാം, യെസ് പ്ലീസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറിന് തന്നെയാ കിട്ടിയത് വൈവക്ക്. എനിക്ക് അതെയോ? വൈവ വരുമ്പോ മനസ്സിലുണ്ടായിരുന്നു ഈ ടീച്ചറെ കിട്ടണം. പക്ഷെ ആ ടീച്ചറെ തന്നെയാ കിട്ടിയത്. കിട്ടി. അപ്പൊ നമ്മൾ അത് വളരെ ആഗ്രഹിച്ചതുകൊണ്ട് നമ്മളുടെ ആഗ്രഹം അത് എന്താ പറയാ ജെന്യുവൻ ആണെങ്കിലും നടക്കുന്ന പറഞ്ഞില്ലേ. ഏത് ടീച്ചറാണ്? ജിഷ മാം, നിങ്ങൾ തന്നെ. അയ്യോ, രാത്രിയാണ് ഉണ്ടായത്. ഓക്കെ ഓക്കെ. ഞാൻ ഇത് ഷെയർ ചെയ്യണാൻ എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കില്ലായിരുന്നു കേട്ടോ. മാം, യൂണിറ്റ് 10 കഴിഞ്ഞു എന്നൊരു സംശയം ഉണ്ടല്ലോ. ആണോ? യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. പേജ് നമ്പർ 154 ആ നെബ്യൂലി അവിടെയും തുടങ്ങി എടുക്കാനുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആണോ? എടുക്കാനോ? അതിന് കുഴപ്പമില്ല. അല്ല മാം, നിമിയില് പറഞ്ഞോണ്ടിരുന്നു, പിന്നെ അത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു, പിന്നെ അതിന്റെ തന്നെ എടുക്കാവുന്നാണ് പറഞ്ഞത്. ഓക്കെ ഫൈൻ. നമുക്കൊരു ക്ലാസ്സും കൂടെ വേണ്ടി വരും. ഏകദേശം ഇന്നുകൊണ്ട് തീരുമാനിക്കും. മാം, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാം? ചോദിക്കൂ. മാം, ഈ വൈവയിലെ ബാക്ക് ക്യാമറ ഒരു പ്രശ്നമാവുന്നുണ്ടല്ലോ, എനിക്കത് കിട്ടുന്നില്ല. ബാക്ക് ക്യാമറ ഓൺ ചെയ്യുന്നത് മെറ്റീരിയൽസ് കാണിക്കാനല്ലേ? അല്ലേ? അപ്പൊ മെറ്റീരിയൽസ് കാണിക്കാൻ ബാക്ക് ക്യാം ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സെൽഫി എടുത്ത് കാണിക്കൂ. നമ്മൾ ഇങ്ങനെ പോയാൽ മതിയല്ലോ. നമ്മൾക്ക് ക്യാമറയിൽ നമ്മളത് മൂവ് ചെയ്യുന്ന എന്തൊക്കെ മെറ്റീരിയൽ വന്നു നമുക്കും കാണാൻ പറ്റും. അത് നമുക്കൊരു പ്രോബ്ലം ഇല്ല, അങ്ങനെ കാണിച്ചാൽ മതി. യെസ് മാം, നമ്മള് ക്ലാസ് റൂമിൽ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെയാ കാണിക്കാറ്. നമ്മുടെ അടുത്ത് തന്നെ വെച്ചിട്ടാ കാണിക്കുന്നത്. ഓക്കെ മാം, അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഫോൺ തന്നെയാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ പിന്നെ അത് തന്നെ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ നീ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നോ? യെസ്, നമ്മള് മരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സുബി ഒരു ചെത്തി നട്ട കാര്യമൊക്കെ പറഞ്ഞതല്ലേ? യെസ് മാം. യെസ്. ഓക്കെ. അപ്പൊ നേവി അതൊരു ശരിക്കും ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതെന്തോ ഭയങ്കര ഒരു ടഫ് സംഭവം തോന്നും. പക്ഷെ ഡോക്ടർ മോണ്ടെസോറിയുടെ ഒരു പ്രത്യേകതയായിരുന്നു, അവര് യുണീക്നെസ് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ലേഡിയായിരുന്നു. അപ്പൊ അവരെന്തും വേറൊരാളെ ഫോളോ ചെയ്ത് എടുക്കാതെ അവരുടേതായ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു കണ്ടന്റില് ഈ വേർഡ് എന്താണ് ആക്ച്വലി പറയാൻ വേണ്ടിയിട്ടാണ് കുറെ കഥകൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി കണക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ജനറ്റിക് മെമ്മറി ആയിട്ടും ഹോം കണക്ട് ചെയ്യുന്നത് അയാളുടെ ഉള്ളിലെ ഹോർമോൺസ് ആണ്. ശരിക്കും ആ ഒരു ഫോഴ്സ് ആണ്, നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. നമ്മളൊരു ടാസ്ക് എടുക്കാൻ പോകുമ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഇന്നർ ഗൈഡ്, ഉൾവിളി എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ് ശരിക്കും ഹോം. ഇനി എല്ലാ മനുഷ്യരിലും യുണീക്നെസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ യുണീക്നെസ് ചില ആളുകളിൽ പല പൊട്ടൻഷ്യലിൽ കാണുമായിരിക്കും. ചിലരുടെ കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ, ആ ഒരു പൊട്ടൻഷ്യലിനെ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് കണക്ട് ചെയ്യുവാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയും. ഒരു 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്. ചില ഇന്റലിജൻസിൽ ഭയങ്കര ഷാർപ്പായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ 2-3 ഒരുമിച്ച് വരുമായിരിക്കും. ഇനി ഈ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് ചിലരിൽ കുറെ സ്കിൽസ് ഉണ്ടായിരിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് മാത്സിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ്, മാത്സിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പ്രോബ്ലംസ്, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കിട്ടിയാൽ എത്ര സമയം വേണമെങ്കിൽ ഇരുന്ന് ചെയ്യും. പസിൽസ് നമ്മൾ ചെയ്യും, സുഡോക്കു, ചെസ്, അങ്ങനെയുള്ള കുറെ ഗെയിംസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യം കാണിക്കും. അപ്പൊ അവരിൽ ഉണ്ടാകുന്ന ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ്. ഈ ഒരു സ്കില്ല് ഡിറ്റക്റ്റീവ്, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, ഇതൊക്കെ ആ ഒരു മേഖലയിൽ വരുന്ന ജോലിക്കാരാണ്. അപ്പൊ അത് മാത്രമല്ല, ഇവർ ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ റിയൽ ലൈഫിൽ അവർക്ക് നെഗോഷിയേഷൻ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും തമ്മിലൊരു കോൺഫ്ലിക്ട്സ്, ഒരു വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ സോർട്ട് ഔട്ട് ചെയ്യും. അവരുടെ നെഗോഷിയേഷൻ, ഇതൊക്കെ സ്കിൽസ് ആണ്, ആ ഒരു ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സ്കിൽസ് ആണ്. പിന്നെ നമ്മള് ഈ ചെടിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ
ആ ഒരു നീമി മെമ്മറി. ഇപ്പൊ നമ്മൾ ചെടിയോട് സംസാരിക്കുന്നതും അതിൽ നിന്നൊരു പൂവെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കായ എടുക്കുമ്പോഴോ ഇലകൾ പറിക്കുമ്പോഴോ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് അവരോട് ചെയ്യുന്നു. അത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. എനിക്ക് ഇന്റലിജൻസിനെ പറ്റി അറിയില്ല, റീസെന്റ് ആണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയപ്പോ മനസ്സിലായി എനിക്ക് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരിൽ വരുന്ന സ്കില്ലാണ് എംപതി. അവർ കുറച്ചുകൂടെ കാമായിരിക്കും, ഭയങ്കര പേഷ്യൻസ് ആയിരിക്കും. അവർക്ക് എംപതി, അതായത് മൃഗങ്ങളോടും മനുഷ്യരോടും ഇത് പ്ലാന്റ്സിന്റെ അടുത്തൊക്കെ ഭയങ്കര ഒരു കെയറിങ് ചെയ്യുന്നത്, ഒന്നിനെ ഉപദ്രവിക്കാത്ത ആ ഒരു രീതിയിൽ. കൊതുകിനെ കടിച്ചു കൊള്ളൂട്ടോ, അതൊക്കെ നമുക്ക് ദേഷ്യം വരുമല്ലോ. അല്ലാതെ നമ്മള് അങ്ങനെ പോയിട്ട് അങ്ങനെ വലിച്ചു പറിച്ച് കളയുക. ഈവൻ വീഡ്സ് ഒക്കെ കളയുമ്പോൾ പോലും ഞാൻ മറ്റു ചെടികൾക്ക് വളമാകാനാ പറിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പുല്ല് പറിച്ചെടുക്കുന്നത്. അപ്പം പലപ്പോഴും പുല്ലിങ്ങനെ ഭയങ്കരമായിട്ട് നിറഞ്ഞ്, എനിക്ക് ഈ ടൈൽസ് ഒന്നും വീട്ടില് മുറ്റത്തിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ എനിക്ക് അത്യാവശ്യം നിറയെ മുറ്റുണ്ട്, ടൈൽസ് ഇല്ല, മണ്ണ് തന്നെയാണ്, ചരൽ തന്നെയാണ്. ടൈൽസ് ഇടുന്നതിനോട് എനിക്കും ഹസ്ബൻഡിനും താല്പര്യമില്ല, കാരണം നേച്ചറിനെ അത് ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ള ഇതുകൊണ്ട് മാത്രം. പിന്നെ നമ്മളുടെ ഗേറ്റ് കയറി വരുന്ന അവിടെ നമ്മളൊരു സ്റ്റോൺ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത് മാത്രം, ബാക്കി സ്ഥലം മുഴുവനും മണ്ണാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി, ഇന്റലിജൻസിന്റെ കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾക്കുള്ള ഓരോ ഇന്റലിജൻസും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഓരോ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾക്കും ഓരോ സ്കിൽസ് ഉണ്ടായിരിക്കും, പല സ്കിൽസ് ഉണ്ടായിരിക്കും. ചില സ്കിൽസ് പല ഇന്റലിജൻസിലും വരും. ആളുകളിൽ ശരിക്കും പറഞ്ഞ ഈ ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ഒരു രണ്ട് പ്രധാനപ്പെട്ട ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിംഗ്വിസ്റ്റിക്, വെർബൽ, സംസാരിക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് കുട്ടികളെ എൻഗേജ് ആക്കാനായിട്ട് പറ്റണം. ഇതൊരു ടീച്ചർക്ക് വേണ്ടുന്ന ഒരു ഇന്റലിജൻസ് ആണ് കേട്ടോ. ചില ഇന്റലിജൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം. ഈ ലിംഗ്വിസ്റ്റിക് ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. മാത്തമാറ്റിക്കലും ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം. പക്ഷെ മ്യൂസിക്കൽ, റിത്തമിക് ഇന്റലിജൻസ് ഒന്നും നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം അതൊക്കെ ഒരു ഇൻബോൺ ഒരു ടാലന്റ് ആണ്, അല്ലെ? നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു പാട്ട് പാടാനോ, ഒരു പാട്ടുകാരിയാവാനോ, പാട്ട് എഴുതാനോ, ട്യൂൺ ചെയ്യാനോ നമുക്ക് പറ്റും. ചിലപ്പോൾ നമ്മൾ എഴുതുമായിരിക്കും, ട്യൂൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ വരുന്നൊരു മേഖല. ചിലത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം, ചിലത് നമുക്ക് ഇൻബോൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഏതൊരു ഇന്റലിജൻസിന്റെയും കൂടെ കുറെ സ്കിൽസ് വരും. നമ്മുടെ ടെൻഡൻസീസുമായിട്ടും ഈ പറയുന്ന നീമി, ഹോം, നെബുലയൊക്കെ ആയിട്ടും ഇത് കണക്റ്റഡ് തന്നെയാണ് ഈ ഒരു ഇന്റലിജൻസ്. അതിങ്ങനെ ഓരോന്നും പഠിക്കുമ്പോഴാണ് നമ്മളുടെ പല കാര്യങ്ങളുമായിട്ട് എനിക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞപ്പം അതിലിങ്ങനെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, അബ്സ്ട്രാക്ട് തിങ്കിങ് ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യത്തെ കുറിച്ച് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളത് അസ്യൂം ചെയ്ത് അത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവിനെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോ ഈ കൊച്ചുകുട്ടികളിൽ നമുക്കറിയാം അബ്സ്ട്രാക്ട് ഐഡിയാസ് ചെറുപ്പത്തിൽ അവർക്കില്ല. അവർക്ക് കാണുന്നതും തൊട്ട് നോക്കുന്നതും രുചിച്ചു നോക്കുന്നതും കേൾക്കുന്നതും മണത്തു നോക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ? അവരുടെ ആ 5 സെൻസസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഈ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കോൺക്രീറ്റ് ഐഡിയാസ് കൊടുക്കണം. മോണ്ടിസോറി മെത്തേഡ് അതല്ലേ? അവരുടെ ഈ റീസണിങ്, പ്രോബ്ലം സോൾവിങ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മെറ്റീരിയൽസ് ഇത് എന്താ പറയുക ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടറും അറിയാം മോണ്ടിസോറി ഇത് ശരിക്കും ചിന്തിച്ചുണ്ടാക്കിയതാ. ഇപ്പോഴാണ് WHO മൾട്ടിപ്പിൾ ഇന്റലിജൻസും ലൈഫ് സ്കിൽസും എല്ലാം കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 10 ലൈഫ് സ്കിൽസ് സ്കൂൾ തലം തുടങ്ങിയ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് WHO പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡോക്ടർ മോണ്ടിസോറി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ മെത്തേഡ് ഔട്ട്ഡേറ്റഡ് ആകാതെ ഇപ്പോഴും വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. എന്തൊക്കെങ്കിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നീമി കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതൊരു ജനറ്റിക് മെമ്മറിയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി അബ്സോർബൻ മൈൻഡിൽ നമ്മൾ പറഞ്ഞു, നമ്മളുടെ മൈൻഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. മൈൻഡ് ഈസ് കണക്റ്റഡ് വിത്ത് മെമ്മറി, അല്ലെ? മൈൻഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക, കോൺഷ്യസ് മെമ്മറിയും അതുപോലെ തന്നെ അൺകോൺഷ്യസ് മെമ്മറിയും. അതായത് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും അതായിരുന്നു അബ്സോർബൻ മൈൻഡ്. അപ്പൊ 3 years അപ് ടു 3 years വരെ നമ്മളെ സംബന്ധിച്ച് ഈ മൈൻഡ് നമുക്കൊന്നും ഓർമ്മയില്ല, അൺകോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ 3 വയസ്സിന് ശേഷം
കോൺഷ്യസ് മൈൻഡ് ആയിട്ട് മാറുവാണ്. നീവിയും അതുപോലെ തന്നെ ആ ഒരു കോൺഷ്യസ് മെമ്മറിയിലേക്ക് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നടക്കുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ കുട്ടിയിലുള്ള പൊട്ടൻഷ്യൽ ഒക്കെ കൂടുതൽ ഡെവലപ്പായി ഓരോ നമുക്ക് മനസ്സിലാകുന്നത്, കുട്ടിക്ക് മനസ്സിലാകുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് കുട്ടിക്ക് ഓർമ്മയില്ല പഴയ കാര്യങ്ങളും. ഓക്കെ, ഞാൻ ടീച്ചർമാരുടെ ഇന്റലിജൻസ് പറഞ്ഞപ്പോഴായിരുന്നു വിട്ടുപോയില്ലേ. ആ ലിംഗ്വിസ്റ്റിക് വെർബൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഒരു ഇന്റലിജൻസും കൂടെ അവർക്ക് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, അതായത് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, സോഷ്യലൈസ് ചെയ്യുക, ആളുകളെ മനസ്സിലാക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഇന്റർപേഴ്സണൽ. ഇപ്പൊ എമ്പതിയൊക്കെ അതിൽ വരുന്ന ഒരു സ്കില്ലാണ് ടീച്ചർക്ക്. ഈ രണ്ടെണ്ണം ടീച്ചേഴ്സിനുണ്ടെങ്കിൽ അവര് കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആ ഒരു എൻഗേജ് ചെയ്യിക്കുക, കുട്ടികളുമായിട്ട് ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ രണ്ട് ഇന്റലിജൻസ് വരണം. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസും. വാക്കുകൾ കൊണ്ട് അമ്മാനം പാടുക എന്നൊക്കെ പറയുക, അത് തന്നെയാണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ക്ലാസ് 1 മണിക്കൂറാണെങ്കിലും 2 മണിക്കൂറാണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും കുട്ടികളെ ശ്രദ്ധിക്കുക, അവരെ എൻഗേജ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു നിർബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഡോക്ടർ മോണ്ടിസോറി അവരുടെ ഒരു യുണീക്നെസ്, പേഴ്സണാലിറ്റി കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ചില വേർഡുകൾ, കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില വേർഡ്സ് അവര് കടമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ട്. തീർന്നു എന്ന് വിചാരിച്ചു. നീമി എന്ന് പറയുന്നത് പ്ലാന്റ്സിലും അനിമൽസിലും ഈ നീമിയുണ്ട്. അതായത് എല്ലാ ജീവജാലങ്ങളിലും, ഹ്യൂമൻ ബീയിങ്ങിലും അനിമൽസിലും പ്ലാന്റ്സിലും നീമിയുണ്ട്. അതിൽ തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് അവരുടെ റീപ്രൊഡക്ഷൻ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നീമി, അവരുടെ ഒരു ഫിസിക്കൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നീമിയാണ് നിബുലെ പറഞ്ഞു തോന്നുന്നത്. ഇല്ല. സോ അങ്ങനെ റീപ്രൊഡക്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നീമിയുണ്ട്. നമുക്ക് ഓരോ സ്റ്റേജിലേക്ക് നമ്മൾ വളരുമ്പോൾ പ്രീവിയസ് സ്റ്റേജിലെ പല കാര്യങ്ങളുമാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അത് ഈ നീമി കൊണ്ടാണ്. ആ കാര്യങ്ങൾ ഓർക്കുന്നോണ്ടാണല്ലോ നമ്മൾ ഞാൻ ഇനി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലും പ്രിപ്പയർഡ് എൻവയോൺമെന്റിലും നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ, എക്സാമ്പിൾ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പം അത് തിരിഞ്ഞു പോയിട്ടുണ്ടാകാം, അകത്തെ വശം പുറത്തേക്ക് ആയിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അവനെ ഗൈഡ് ചെയ്യും. അപ്പൊ പിന്നെ അടുത്ത തവണ ക്ലോത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ അവൻ ഓർക്കും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോ ക്ലോത്ത് ഫോൾഡ് ചെയ്തപ്പോൾ അകത്തെ ഭാഗമാണ് പുറത്തേക്ക് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കോളറൊക്കെ ഇങ്ങനെ വെക്കണം. ഷർട്ടൊക്കെ ആണെങ്കിൽ കോളറൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം അവർ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യും. ഇതിന് കാരണം ഈ കോൺഷ്യസ് മെമ്മറി തന്നെയാണ്. കുട്ടിയെ ഡ്രൈവ് ചെയ്യുന്നു ഈ കോൺഷ്യസ് മെമ്മറി. ഈ നീമിയാണ് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നീമിക്ക് അറിയാം. അത് മെമ്മറി ആണല്ലോ. ആളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവനും ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണല്ലോ മെമ്മറി എന്ന് പറയുന്നത്. ആൾക്ക് ഇതുണ്ട്. അപ്പൊ ബ്രെയിൻ ആണല്ലോ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഡു ദിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഇന്നർ ഗൈഡ് തരുന്നത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ ബ്രെയിൻ എന്ന് പറയും, ചിലപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു എന്ന് പറയും. വട്ടെവർ ഇറ്റ് സെയിം, അത് മനസ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അത് കേട്ടു, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു, സോ ഞാൻ പോയില്ല. ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കണം, അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയാം എനിക്ക് എന്തോ ഒരു ഉൾവിളി പോലെ ഉണ്ടായി. ഒരാളെ ഇപ്പൊ കോൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു. എന്റെ ഒരു ഫ്രണ്ട് പറയണ്ടായി, ഞങ്ങള് മാരേജ് കഴിഞ്ഞപ്പോൾ അധികം കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഇങ്ങനെ ഫോൺ കോളൊന്നും അങ്ങനെയില്ല. കുട്ടികളൊക്കെ ഇപ്പൊ എല്ലാരും ഓരോരോ തിരക്ക് അങ്ങനെയൊക്കെ. അപ്പൊ ആ സമയങ്ങളിൽ എനിക്ക് സാധാരണ ഒരു ഫോണായിരുന്നു. ഇന്നത്തെ ഈ സ്മാർട്ട് ഫോൺ ആയി വന്നു, പക്ഷെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സ്മാർട്ട് ഫോൺ കിട്ടി, വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോ ഞാൻ ആളുടെ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചു. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ പിന്നെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വിഷയമാണ്, അയ്യോ നീ ആയിരുന്നു, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് കറക്റ്റ് സമയത്താണ് നീ എന്നെ വിളിച്ചത്. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തു, ഞാൻ ഇത് ആരോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ വരുന്നത്
ഈ കുട്ടിക്ക് തന്നെ എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര സിവിയർ ആയ സമയത്തൊക്കെ ഞാൻ അങ്ങനെ അതിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അതും മാത്രമുള്ള സമയത്താണ് അമ്മ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചിട്ട് മരിക്കുന്നത് കേട്ടോ. അപ്പൊ മരണ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം അമ്മയ്ക്കും ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ ആ കുട്ടി പറയുമായിരുന്നു, അമ്മ ആഗ്രഹിച്ചിരുന്നു നിന്റെ പ്രസൻസ്, അത് ഇങ്ങനെ എത്തിച്ചതാണ് അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മൾക്ക് ഈ ഒരു ജനറ്റിക് മെമ്മറി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുക, അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ അമ്മ ബാംഗ്ലൂരാണ്, അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ പോകാനായിട്ട് റെഡി ആയപ്പം ഹസ്ബൻഡ് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് പോകാം, അതാകുമ്പോ സെക്കൻഡ് സാറ്റർഡേ ആണ്, ഞാനും കൂടെ വരാമോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇല്ല, ഈ ആഴ്ച തന്നെ എനിക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് വെക്കേഷന് പോകാം, അങ്ങനെ പറഞ്ഞു, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഇല്ല. അപ്പൊ ഞാൻ സാധാരണ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ അങ്ങനെ കേൾക്കാറാണ് പതിവ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോണെന്ന് തോന്നുന്നു. അത് ഞാൻ ചെന്നു, ഒരു നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്, ഐസിയുലാണ്. ഒരു സെക്കൻഡ് ഡേ ഞാൻ തിരിച്ചു വരാൻ ഉദ്ദേശിച്ച ദിവസം, പക്ഷെ ഞാൻ റിട്ടേൺ ബുക്ക് ചെയ്തില്ല. ഞാൻ പറഞ്ഞ റിട്ടേൺ ബുക്ക് ചെയ്തില്ല, വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് തിരിച്ചു പോരാം എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന ആ ദിവസം മോർണിംഗ് ഈ അമ്മ മരിക്കുക. അങ്ങനെ അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടി എന്നോട് വേറൊരു കാര്യം പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, അത് തമിഴ് കുട്ടിയാണ് ഫ്രണ്ട്. ഹസ്ബൻഡ് ഇല്ല, ഒരു മോളും അമ്മയും മാത്രമേ ഉള്ളൂ. മോള് US ജോലിയാണ്. അപ്പൊ വളരെ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ തുണിക്കച്ചവടമൊക്കെ ചെയ്ത് സാരിയൊക്കെ വിറ്റ്, അങ്ങനെ ഞാനും കുറെ സാരിയൊക്കെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഈ ഫ്രണ്ട് വഴിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മോളെ പഠിപ്പിച്ച് മോൾക്കിപ്പം എഞ്ചിനീയറിംഗ് എന്തോ കഴിഞ്ഞ് നല്ല ജോലി US കിട്ടിയ കുട്ടി US ഇങ്ങനെ പറയാണ്. ഒരു ദിവസം ഈ കുട്ടി എങ്ങനെ എന്റെ ഈ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആള് ഭയങ്കരമായിട്ട് സിവിയർ സ്റ്റൊമക് പെയിൻ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുക. അപ്പൊ വീട്ടില് ഹസ്ബൻഡും പിന്നെ ഒരു 10th പഠിക്കുന്ന മോനും മാത്രമേ ഉള്ളൂ. വേറൊരു മോൻ എഞ്ചിനീയറിംഗ് പഠിക്കുക, ഹോസ്റ്റലിലാണ്. വേറെ അവർക്ക് അടുത്ത് റിലേറ്റീവ്സോ അങ്ങനെ ആരും ഇല്ല. ഹോസ്പിറ്റലിൽ പോകണം. ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാട്ടോ. സ്കൂൾ തുടങ്ങി എല്ലാ ക്ലാസ്സുകളിലും ഫസ്റ്റ് റാങ്ക് കിട്ടിയ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് റാങ്ക് MG യൂണിവേഴ്സിറ്റിയില്. പിന്നെ ഇപ്പൊ MS ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് 50+ ഉണ്ട്, MS ചെയ്യുന്നു. അതിലും മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയോ അങ്ങനെ എന്തോ ആണ് MS ചെയ്യുന്നത്. അതിലും ഫസ്റ്റ് റാങ്ക് ആണ്. അത് ഏറ്റവും അതിന്റെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺലൈനാണ് ക്ലാസ്. അപ്പൊ ഇങ്ങനെ ഇവര് ഓൺലൈനായിട്ട് ഇവര് അസസ്മെന്റുകൾ നടത്തും, എക്സാം. പുള്ളിക്ക് 100ൽ 99, 98 അതിനപ്പുറത്തേക്ക് പോകില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഈ യൂണിവേഴ്സിറ്റിക്കാർക്ക് സംശയം തോന്നി കോപ്പി അടിക്കാന്ന് വിചാരിച്ചിട്ട് ആൾക്ക് ഇങ്ങനെ പെട്ടെന്ന് അവര് ഓൺലൈനായിട്ട് ഇന്റർവ്യൂ പോലെയൊക്കെ വെക്കും. ആള് കോപ്പി അടിച്ചതാണോ, സബ്ജക്ട് നോളജ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ പല പ്രാവശ്യവും ആ യൂണിവേഴ്സിറ്റി തോറ്റുപോയിട്ടേ ഉള്ളൂ. പുള്ളിക്കാരൻ അതുപോലത്തെ ഒരു മനുഷ്യനാണ്, പഠിക്കുന്ന ഒരാളാണ്. ആളുടെ മെയിൻ എക്സാം ആളുടെ ടൈമാണ്. ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യും. എന്താ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ കുട്ടി പറഞ്ഞു ഞാൻ വരാമോ. ആളുടെ അമ്മ അവിടെ പിന്നെ ഹസ്ബൻഡും മോനും കൂടെ വീട്ടിൽ നിന്നു, കൂടെ വന്ന് ഹോസ്പിറ്റലിൽ നിന്നു. 2-3 ദിവസത്തെ കാര്യം ഹോസ്പിറ്റലിൽ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാൽ ആ ഒരു ടൈമില് അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പൾസോ എന്തൊക്കെയോ ആണ്. അതൊക്കെ ഈ മെമ്മറി കൊണ്ട് മെമ്മറിയുടെ ഇതാണെന്നാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് തോന്നുന്നു ഈ നീനി ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ അങ്ങോട്ട് ഗൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ട്, നമ്മൾ അവിടെ വേണം എന്നുണ്ടെങ്കിൽ ഈ നീനി ആയിരിക്കും. ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഈ നീനി. അപ്പൊ ഇതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഇനി നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞു, മനുഷ്യരില് അനിമൽസിനെ പോലെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വിളിക്കില്ല, കാരണം ഈ അനിമൽസിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് പെട്ടെന്ന് ഡെവലപ്പ് ആകുന്നതാണ്. മനുഷ്യരില് ഈ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇൻബോൺ പാറ്റേൺ ഉണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ആകാനായിട്ട് സമയമെടുക്കും. ആ ഇൻബോൺ പാറ്റേണിനെയാണ് നമ്മൾ നെബുല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡിനോസേഴ്സിന് വംശനാശം സംഭവിച്ചത് കാരണം മാറി വന്ന ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ ഡിനോസേഴ്സിന് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവ വംശനാശം സംഭവിച്ചത്. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും പിന്നീടുണ്ടായ മാമൽസിനെല്ലാം ഈ ഒരു എന്ത് സിറ്റുവേഷൻ വന്നാലും അതുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ പറ്റുന്ന രീതിയിൽ മാലിയബിൾ എന്ന് പറഞ്ഞാൽ കേപ്പബിൾ ഓഫ് ആ ഒരു സിറ്റുവേഷൻ മാലിയബിൾ ആയിട്ടുള്ള മാമൽസ് ആണ് പിന്നീട് ഉണ്ടായത്, റീപ്ലേസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു.
ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമ്മളെ അഡാപ്റ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അഡാപ്റ്റേഷനും നമ്മുടെ ഒരു മോണ്ടിസോറി ടേം ആയിരുന്നു അല്ലെ, നമ്മൾ പൊരുത്തപ്പെടുക, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക. ഒരു സോഷ്യൽ ബീയിങ്ങിന്റെ ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റി, ഒരു പൊട്ടൻഷ്യൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. സിൻസ് നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആകണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് ലൈഫിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ ഈ അഡാപ്റ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് സ്ലേവറി, അടിമയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലോ ഒന്നുമല്ല കേട്ടോ. നീമി അതാണ്. സൈക്കിക് നീമി ഉണ്ട്. സൈക്കിക് നീമി പ്ലാൻ ലൈഫിലില്ല, പക്ഷെ അനിമൽ ലൈഫിലും ഉണ്ട്, ഹ്യൂമൻ ലൈഫിലും ഉണ്ട്. ഈ നീമി കാരണമാണ് അനിമൽ ലൈഫിൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളത്. അതേപോലെ ഇൻബോൺ പാറ്റേൺ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിലുണ്ട്. അനിമൽ ബേബീസിലുള്ള ആ ഒരു നീമി റിലേറ്റഡ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഡെവലപ്പ് ആകുന്നു. പക്ഷെ ഹ്യൂമൻ ബേബീസ് അത് ഡെവലപ്പ് ആകുന്നില്ല, സമയമെടുക്കും. അതുകൊണ്ടാണ് മോണ്ടിസോറി അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. മൈൻഡിനെ റിലേറ്റ് ചെയ്താണ് പറയാൻ മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. മൈൻഡ് മീൻസ് കണക്റ്റഡ് വിത്ത് ദാറ്റ് മെമ്മറി. ആ ഒരു നീമി തന്നെയാണ്, ആ ഒരു സൈക്കിക് മെമ്മറി, നമ്മുടെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന, നമ്മുടെ ആ ഒരു സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് മസ്കുലാർ മെമ്മറിയാണ്, നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടുള്ള മെമ്മറിയാണ്. അമ്മമാര് കല്ലിൽ അരച്ച് കറികൾ വെക്കും. അപ്പൊ അത് അവർക്ക് അരയ്ക്കാം. വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റ് അത് അരഞ്ഞു വരികയാണ്. പക്ഷെ ഒരു അമ്മ നല്ല പ്രാക്ടീസ് ഉള്ളവർ ചെയ്യുമ്പോൾ അവർക്ക് നല്ല പോലെ ആയി വരും. ദാറ്റ് ഇസ് മസ്കുലർ മെമ്മറി. അവർക്ക് ആ മസിൽസിനെ നല്ല രീതിയിൽ അവർക്ക് മസിൽസിന്റെ മൂവ്മെന്റിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. കുട്ടികൾ സാൻഡ് പേപ്പറിൽ എഴുതുമ്പോൾ അവരുടെ മസ്കുലാർ മെമ്മറിയാണ് ഡെവലപ്പ് ആകുന്നത്, സ്റ്റിമുലേറ്റഡ് ആവുകയാണ് അവരുടെ ആ മൂവ്മെന്റ് റിലേറ്റഡ്. അപ്പൊ ആ മൂവ്മെന്റിന്റെ ആ സ്റ്റിമുലേഷൻ വെച്ചിട്ടാണ് പിന്നെ അവരത് പേപ്പറിലേക്ക് ആ ലെറ്റേഴ്സ് എഴുതുന്നത്. സോ അവിടെ മസ്കുലാർ മെമ്മറിയാണ്. എപ്പോഴും വളർന്നു വരുന്നവരിലാണ് അഡാപ്റ്റേഷൻ ഏറ്റവും ഈസിയർ ആകുന്നത്. വലിയ അഡൽറ്റിൽ കൊണ്ടുപോയി നമ്മൾക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല, അവരോട് പൊരുത്തപ്പെടാൻ പറയാനായിട്ട് പറ്റില്ല. സോ അത് ആണ് പറയുന്നത്, കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നേ അത് തന്നെ. പക്ഷെ റെയർ കേസസ് ഉണ്ടാവും കേട്ടോ, മാറുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ എൻവിയോൺമെന്റിന്റെ ചേഞ്ചസ് കൊണ്ടാണ്. നമ്മൾ അവരെ ചിലപ്പോ ചില കുട്ടികള് ചിലര് പറഞ്ഞാൽ കേൾക്കില്ല, അപ്പൊ ചിലര് പറയുമ്പോൾ അവരത് കേൾക്കും. അത് ആ എൻവിയോൺമെന്റിൽ ആ കുട്ടിയെ കംഫർട്ടബിൾ ആക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് വരുന്നത് കൊണ്ടാണ്. അത് റെയർ ആണ്, വളരെ ചുരുക്കം പേരിലേ നടക്കും. അനിമൽസിന്റേത് പോലുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ മനുഷ്യരുടെ ആ സൈക്കിക് എംബ്രിയോയില് വരുന്നില്ല. സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയാൻ മോണ്ടിസോറി പറയുന്നത്. അതേസമയം അല്ലാതെയുള്ള ബാക്കി ബോഡിലി ഫങ്ഷൻസ് ഒക്കെ നടക്കും. പിന്നെ ഈ ഇൻബോൺ പാറ്റേൺ ജനിക്കുമ്പോ തന്നെ ഇൻബോൺ ആയിട്ടുണ്ടാകും, പക്ഷെ അത് ഡെവലപ്പ് ആകാനായിട്ട് സമയം എടുക്കും. അതുകൊണ്ടാണ് മനുഷ്യര് ജനിച്ച ഉടനെ തന്നെ ഇൻകേപ്പബിൾ ആണ്, അവർ വളരെയധികം ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത്. ഇനി ആ ഉള്ള ഇൻബോൺ പാറ്റേൺ, ആ ഒരു ഇൻസ്റ്റെഡ് ഓഫ് ഇൻസ്റ്റിങ്ക്റ്റിന് മനുഷ്യരിലുള്ളത് ഒരു പൊട്ടൻഷ്യലാണ്. മോണ്ടിസോറി ഈ പൊട്ടൻഷ്യലിനെ നെബുല എന്നാണ് വിളിച്ചിരുന്നത്. നെബുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഈ സോളാർ സിസ്റ്റത്തില് സൺ അല്ലെങ്കിൽ മറ്റു പ്ലാനറ്റ്സ്, സ്റ്റാർസ് ഒക്കെ ഡെവലപ്പ് ആയത് കുറെ എനർജി സോഴ്സസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് മനുഷ്യനൊന്നും ജീവനോടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ മനുഷ്യരുടെ ഒരു ഉത്ഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഈ സോളാർ സിസ്റ്റത്തിലെ സ്റ്റാർസും അതുപോലെ സൺ, ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം ഡെവലപ്പായി വന്നു. അത് കുറെ എനർജി സോഴ്സസ് ഒരുമിച്ച് കൂടിയിട്ടാണ്. ഇതുപോലെ തന്നെ അതുകൊണ്ടാണ് മറിയാം മോണ്ടിസോറി മനുഷ്യന്റെ ഉള്ളിലെ ഈ പൊട്ടൻഷ്യലിനെ നെബുല എന്ന് വിളിച്ചത്. കാരണം മോണ്ടിസോറി പറഞ്ഞത് ആ സ്റ്റാർസ് ഒക്കെ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് എങ്ങനെയാണോ അവിടെ ഇവിടേക്ക് എനർജി സോഴ്സസ് സ്കാറ്റർ ആയിട്ട് കിടന്നത്, അതുപോലെ തന്നെ മനുഷ്യൻ ജനിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലും പൊട്ടൻഷ്യൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് കിടക്കുക. ഇത് ഒരുമിച്ച് കൂടി വരുമ്പോഴാണ് കുട്ടി എണീറ്റ് നടക്കാനും മുട്ടിലഴയാനും കമഴാനും അങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഈ എനർജി സോഴ്സസ് ചേരേണ്ടത് തമ്മിൽ ചേരുമ്പോഴാണ് ഡെവലപ്മെന്റ് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി ആ
പൊട്ടൻഷ്യലിനെ നെബുല എന്ന് വിളിച്ചത്. വെറുതെ പൊട്ടൻഷ്യൽ എന്ന് അവർക്ക് വിളിക്കായിരുന്നു. അതൊരു കോമൺ വേർഡ് അല്ലേ, പക്ഷെ അവർ അതിനെ ഒന്നുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് അത് അവരുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയാണ്. അങ്ങനെയാണ് അവർ അതിനെ നെബുല എന്ന് വിളിച്ചത്. ക്ലിയർ ആയി? അപ്പൊ അങ്ങനെ കുറെ എനർജി സോഴ്സസ് ചേർന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റാർ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു മനുഷ്യന്റെ ഡിസോർഡർ ആയി കിടക്കുന്ന ഫോഴ്സ്, ഈ എനർജി ഫോഴ്സസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ആക്ടിവിറ്റിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. അത് പലർക്കും പല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാകും. ചിലർക്ക് വരയ്ക്കാനുള്ളതും, ചിലർക്ക് ഈ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ ഈ പൊട്ടൻഷ്യലിന്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഡാൻസേഴ്സ്, ബോഡിലി കിനസ്തെറ്റിക്, ശരിയായ രീതിയിൽ ബോഡിയെ മൂവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഡാൻസിലും സ്പോർട്സിലും അത്ലറ്റിക്സിലും എല്ലാം വരുന്നത്. അത് മാത്രമല്ല, ഈ ബോഡിലി കിനസ്തെറ്റിക് എന്നുള്ള ഇന്റലിജൻസ് ചിലരെ കണ്ടിട്ടില്ലേ, നിമിഷ നേരം കൊണ്ട് ജോലികളെല്ലാം ചെയ്ത് ആ സ്ഥലം നല്ല ക്ലീൻ ആക്കുന്നു. കിച്ചണിലെ വീട്ടിലെ ആണെങ്കിലും ഓഫീസിലെ ആണെങ്കിലും ജോലി നിമിഷ നേരം കൊണ്ടായിരിക്കും അവർ ചെയ്യും. പക്ഷെ ചിലർക്ക് അത് പറ്റില്ല. അവിടെയൊക്കെ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കും, കുറെ സമയം എടുക്കും. അപ്പൊ ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവര് ഇത് പെട്ടെന്ന് പറ്റും. അപ്പൊ അതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഈ പൊട്ടൻഷ്യൽ കൊണ്ടാണ് ഈ നടക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ടീം വർക്ക് ഒക്കെ വളരെ ഈസി ആയിരിക്കും. നിമിഷ നേരം കൊണ്ട് അവർക്ക് ആ ജോബ് പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും, മറ്റുള്ളവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഈ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും നമ്മളുടെ ഇതുമായിട്ട് കുറേ കണക്ഷൻ വരുന്നത്. കാരണം എല്ലാം തുടങ്ങുന്ന ചെറിയ കുട്ടികളിലാണല്ലോ. നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. മൾട്ടിപ്പിൾ ഇന്റലിജൻസും ലൈഫ് സ്കിൽസും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഏത് കുട്ടികളുടെ ഏത് ഇന്റലിജൻസ് ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് ആ കുട്ടിയെ ഏത് ജോലിയിലേക്കുള്ള കോഴ്സിന് ചേർക്കണം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ മക്കളിലൊക്കെ നമുക്കത് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇന്റലിജൻസ് ഒക്കെ ചെക്ക് ചെയ്തു. നെബുലയുടെ കാര്യം അതായിരുന്നു. ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന കുറെ എനർജി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആയിട്ട് മാറണം. പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യിക്കാനുള്ള ഫോഴ്സ് ആണ് നമ്മുടെ ഹോം എന്ന് പറയുന്നത്. അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോ തന്നെ അതിനൊരു ലാംഗ്വേജ് ഇല്ല. എത്രയോ ഒരു ഏജ് ആവുമ്പോഴാണ്, കുറെ മാസങ്ങൾ കഴിയുമ്പോഴല്ലേ അത് എന്തെങ്കിലുമൊക്കെ ഒന്നും ശരിയായ രീതിയിൽ പറയണതും നമുക്ക് മനസ്സിലാക്കണതും. ആദ്യം അവർക്ക് അവരുടേതായ ഒരു ലാംഗ്വേജ് ആയിരിക്കും. അപ്പൊ നമ്മൾ പറയും അമ്മയ്ക്ക് മനസ്സിലാവും എന്താ പറയണെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എന്റെ മക്കൾ ഉപയോഗിച്ചിരുന്ന പലതും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ ചിലതൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും ആ ഒരു കോൺടെസ്റ്റിൽ. അല്ലാണ്ട് അവര് പറയണത് എന്നോട് പലരും ചോദിക്കും നിനക്ക് എന്താ മനസ്സിലാവാത്തത്, എനിക്കത് മനസ്സിലായിട്ടില്ല. കാരണം എനിക്കത് എന്താന്ന് പോലും പിടികിട്ടിയിട്ടില്ല. അപ്പൊ കാര്യം അവരുടെ കൂടെ ഫുൾ ടൈം ഉള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിലും പലരും അങ്ങനെ പറഞ്ഞിട്ടും എനിക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആ പൊട്ടൻഷ്യൽ ആ ഒരു നെബുലയെ യൂസ് ചെയ്യുവാണ് ആ ലാംഗ്വേജ് പഠിക്കാനായിട്ട്. അപ്പൊ ലാംഗ്വേജ് വരണമെങ്കിൽ കുട്ടിയോട് നമ്മൾ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അധികം ആൾക്കാരില്ലാതെ വീടിനകത്ത് ഇങ്ങനെ അടച്ചുകൂട്ടി ജീവിക്കുന്ന ഒരു കുട്ടിയിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും. എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ബാധിക്കുന്ന ഒന്നാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. വൺസ് ഈ ഒരു പൊട്ടൻഷ്യൽ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയി. പിന്നെ അത് തന്നെത്താനെ പിന്നെ അത് ഡെവലപ്പ് ചെയ്തു തന്നോളൂ. പിന്നെ നമ്മുടെ മദർ ടങ്ങിലുള്ള ഒരു ഫ്ലുവൻസി നമുക്കൊരു പക്ഷെ വേറൊരു ലാംഗ്വേജിൽ കിട്ടണമെന്നില്ല. അപ്പൊ അതൊക്കെ നമ്മള് സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വേറൊരു ലാംഗ്വേജും കൂടെ നമുക്ക് ശരിയാവുന്നത്. അതൊക്കെ ഓരോ വ്യക്തികളുടെ അതൊക്കെ പൊട്ടൻഷ്യലുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. വേറൊരു ലാംഗ്വേജും കൂടെ നമുക്ക് ഫ്ലുവന്റ് ആകുന്നത്. നമ്മളെപ്പോഴും എല്ലാവരും പറയും നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മളുടെ മാതൃഭാഷ തന്നെയാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞോട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വലിയ ആൾക്കാര്. ചിലർക്ക് പക്ഷെ ചില ലാംഗ്വേജുകൾ വഴുന്നു. അത് അവരുടെ ഇന്റലിജൻസ് ആണ് കേട്ടോ. ലിംഗ്വിസ്റ്റിക് വെർബൽ ഇന്റലിജൻസ്. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴാണ് അവർക്കത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അതൊരു എംബ്രിയോ സ്റ്റേജിലായിരിക്കും മറിയാ മോണ്ടിസോറി പറയുന്നത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അതിന് എൻവയോൺമെന്റും ഹെൽപ്പ് ചെയ്യും, വളരുന്ന സാഹചര്യങ്ങളും ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരുടെ ഈ അഡാപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസും ഹെൽപ്പ് ചെയ്യും. ഈ അഡാപ്റ്റേഷൻ റോങ് ആണെങ്കിൽ, പലപ്പോഴും അഡാപ്റ്റേഷൻ റോങ് ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ല.
ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് പല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പൊട്ടൻഷ്യലില് നമ്മൾ പല കാര്യങ്ങളും ഡൈജസ്റ്റ് ചെയ്യുന്നത് റോങ് വേയിലാണെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അത് ഡോക്ടർ മറിയാൻ മോണ്ടിസോറി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ എയിം തന്നെ ലവ്, പീസ്, ഹാർമണി ആയിരുന്നു. അപ്പൊ എപ്പോഴും കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഏരിയയാണ് പൊളിറ്റിക്കൽ, റിലീജിയൻ, റിലേഷൻഷിപ്പുകളിലൊക്കെയാണ് എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. വഴക്കുണ്ടാകുന്നു, ചിലപ്പോൾ വയലൻസ് വരെ ആകാം കേസസ്. അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ ഇവരുടെ മനസ്സിൽ ലോകം മുഴുവനും ലവ്, പീസ്, ഹാർമണി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ പൊളിറ്റിക്കൽ ഐഡിയാസും റിലീജിയസ് ബിലീഫും നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വേറൊരാളെ അതിന്റെ പേരില് നമ്മള് മോശമായിട്ട് നമ്മൾ കാണില്ല. എത്രയോ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, പല വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവർ, അവർ വളരെ ക്ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അവരും വളരെ ക്ലോസ് ആയിരിക്കും. ഈ രണ്ട് രാഷ്ട്രീയ അത് അവരുടെ ഒരു അഡാപ്റ്റേഷൻ ആണ് കേട്ടോ. അവർക്ക് രണ്ട് ഇതിൽ വിശ്വസിക്കുകയാണെങ്കിലും സുഹൃത്ത് ബന്ധം അത് അവര് കീപ്പ് ചെയ്യും. അപ്പൊ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടില്ല, പരസ്പരം റെസ്പെക്ട് ചെയ്യും രണ്ടുപേരുടെയും വ്യൂസ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു കേപ്പബിലിറ്റിയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും അവരുടെ ആ ഒരു ബിഹേവിയർ, ആ ഒരു വേൾഡിന് അഡാപ്റ്റഡ് ആയിട്ട്, നല്ല രീതിയിൽ അഡാപ്റ്റഡ് ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. ഇതെല്ലാം അറിയാൻ മോണ്ടിസോറി കണക്ട് ചെയ്യുന്നത് അവരെ എടുത്ത ഓരോ മോണ്ടിസോറി ടേംസുകൾ തമ്മിലാണ്. ഈ നെബുലയും നീമിയും അതുപോലെ തന്നെ ചിലപ്പോ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പീർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ഇതുപോലെ റോങ് അഡാപ്റ്റേഷൻ അവർക്ക് വരുന്നത്. എൻവിയോൺമെന്റ് മാറ്റേഴ്സ്, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് അതിന്റെ കാര്യം. നമ്മൾ പറഞ്ഞു നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ട്, അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡും ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കുന്നു, നമ്മൾ ഉറങ്ങുന്ന സമയം, ആ സമയത്ത് നമ്മളുടെ ഈ കോൺഷ്യസ് മൈൻഡും റെസ്റ്റ് ആയിരിക്കും. പക്ഷെ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും തലയും വാലില്ലാത്ത സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ചില സമയത്ത്. അപ്പോൾ നമ്മൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കൺട്രോള്, അതായത് നമ്മൾക്ക് സ്ട്രെസ്സോട് കൂടിയൊക്കെ കിടക്കുമ്പോഴാണ് മിക്കവാറും ഈ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായിട്ട് വർക്ക് ചെയ്തത്. അതായത് ഇങ്ങനെ ഒരു ബർണർ പോലെ തിളച്ചു നിൽക്കുന്ന ഒരു ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഒരു വല്ലാത്തൊരു രാത്രിയായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയാറില്ലേ. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. ഹാപ്പി എൻഡിങ് ആയിരുന്നോ ശ്രുതി? ശ്രുതിയാണോ ആതിരയാണോ? ആതിര. ഹാപ്പി എൻഡിങ് ആയിരുന്നു. മിസ് എനിക്ക് വൈവായിട്ടുണ്ടായിരുന്നു. ശരി, ഞാനാണോ ശരിക്കും? നമ്മള് കണ്ടതാണ് ഇന്നലെ. ശരിയായിരുന്നോ? ഇന്നാണ് വൈവ. സ്വപ്നത്തില് മിസ്സിനെ കണ്ടായിരുന്നു. ആണോ? വെരി ഗുഡ്. ഇപ്പം അറിയാമല്ലേ പറഞ്ഞേ കുറച്ചു മുമ്പ് ഞാൻ ആഗ്രഹിച്ച ടീച്ചറെ തന്നെ കിട്ടിയെന്ന്. ഞാനാ അറിയാമ്മ. അറിയാമ. ഓക്കെ. അപ്പം അങ്ങനെ ആഗ്രഹിച്ചു. അത് തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു, വളരെ നിഷ്കളങ്കമായ സിൻസിയറായ ആഗ്രഹമായിരുന്നു. യൂണിവേഴ്സ് മറിയമ്മയുടെ കൂടെ തന്നെ നിന്നു. അതുപോലെ ഇപ്പൊ ആതിര സ്വപ്നം കണ്ടു ഹാപ്പി എൻഡിങ്, അതുപോലെ തന്നെ വരട്ടെ. വൈവ കഴിഞ്ഞവരൊക്കെ പറയൂ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ല. ഫീഡ്ബാക്ക് പറഞ്ഞു കേൾക്കും. ഓക്കെ ഫൈൻ. സോ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം നമ്മൾ പറയുന്നല്ലേ, ഇങ്ങനെ നൈറ്റ് മെയർസ് ഒക്കെ വരുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കുട്ടികളെ നമ്മൾ ചെറുപ്പം തുടങ്ങി, ഈവൻ അവര് അമ്മയുടെ ബോംബിലായിരിക്കുമ്പോ തുടങ്ങി നമ്മൾ കെയർ ചെയ്യണം. അവരെല്ലാം അറിയുന്നുണ്ടെന്നൊരു ഫീല് നമുക്ക് വേണം. ആ സമയത്ത് മദറിനുണ്ടാകുന്ന പല സ്ട്രെസ്സും കുട്ടിയെ ബാധിക്കുന്നൊക്കെ എല്ലാരും പറയണത്. ഇത് എത്ര പഠിച്ചവരാണെങ്കിലും പ്രായമായവരാണെങ്കിലും അവരൊക്കെ പറയും സന്തോഷമായിട്ടിരിക്കണം ആ ഒരു സമയത്ത്. ഈവൻ ആ സമയം മാത്രമല്ലല്ലോ, അതിന് മുമ്പേ നമ്മളൊരു കോൺഷ്യസ് പാരന്റിങ്ങും കോൺഷ്യസ് പ്രഗ്നൻസിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മള് ശരിക്കും ആ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് തന്നെ
പാരന്റ്സ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വ്യക്തി പ്രഗ്നന്റ് ആകുന്നതിന് ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടിയുടെ അച്ഛനും അമ്മയും ആകാൻ പോകുന്ന വ്യക്തികള് നല്ല പോലെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രീമാരിറ്റൽ കോഴ്സ് ഒക്കെ ആളുകൾ കൂടാറില്ലേ? ആ പ്രീമാരിറ്റൽ കോഴ്സ് കൂടുന്നത് ചിലര് വളരെ അത് സിൻസിയർ ആയിട്ട് ഭയങ്കര അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് കൂടും. കാരണം ഞങ്ങളുടെ ജീവിതമാണ്, മുന്നോട്ട് ഞങ്ങളാണ് ജീവിക്കേണ്ടത്. ചിലർ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് എല്ലാം ശരിയാവുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതിൻ്റെതായ രീതിയിൽ കാണുന്നവരും അതിൻ്റെതായ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ആ കോഴ്സ് കൊടുക്കുന്നവരും ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ കല്യാണം പോലെ തന്നെ ഇമ്പോർട്ടന്റ് തന്നെയാണ് പാരന്റ് ആവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത്, അപ്പൊ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് പോലെ, അതായത് ഇങ്ങനെ ഒരു സെഷൻ അവർക്ക് രണ്ടുപേർക്കും കൂടെ കൊടുക്കേണ്ടതാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. കോൺഷ്യസ് പ്രഗ്നൻസി ആൻഡ് കോൺഷ്യസ് പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മൾ ആളുകളുടെ പ്രഷറൈസ്ഡ് കുട്ടി അല്ലെങ്കിൽ ഏജ് കൂടുന്നു എന്ന് പറഞ്ഞ് കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാം, അങ്ങനെയുള്ളതല്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഭാര്യയോട് സ്നേഹമില്ലാതെ മദ്യപിച്ച് വന്ന് ആ ഒരു ഇതില് ഭാര്യയെ ആക്രമിച്ച് അങ്ങനെ അവര് പ്രഗ്നന്റ് ആവണം, അങ്ങനത്തെ രീതിയിൽ ഒരിക്കലും ഒരു കുട്ടി ജനിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം അത് ആ കുട്ടീനെ ബാധിക്കും. ജനറ്റിക് ആയിട്ടും കുട്ടിയുടെ പല ഡെവലപ്മെന്റിലും അത് വളരെയധികം ബാധിക്കും. കോൺഷ്യസ് പ്രഗ്നൻസി ആൻഡ് കോൺഷ്യസ് പാരന്റിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് പക്ഷെ പ്രാക്ടിക്കൽ ആക്കാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക. ഞാനൊക്കെ അതിന്റെ ഒരു വോളണ്ടിയർ ആണ് കേട്ടോ. കൂടുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. എന്റെ ഫ്രണ്ട് കലയാണ് അതിന്റെ ഫൗണ്ടർ. കല അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കല പറഞ്ഞത് കലയുടെ പ്രഗ്നൻസി ടൈമിൽ കല ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കലയ്ക്ക്. ഒരു മോനുണ്ട്, +2 കഴിഞ്ഞു, വളരെ മിടുക്കനായിട്ടൊരു മോൻ. പക്ഷെ അവന് ചെറിയ രീതിയിൽ ഓട്ടിസ്റ്റിക് ഇഷ്യൂ ഉണ്ട്. പക്ഷെ കലയുടെ നർച്ചറിങ് ആണ് അവൻ. നല്ല വ്യൂസും വാല്യൂസും ഉള്ള, ഭയങ്കര പഠിച്ച് ഭയങ്കര മാർക്കൊന്നുമില്ല, പക്ഷെ അവന് യൂണിവേഴ്സിനെ റെസ്പെക്റ്റ് ആണ്, ആളുകളെ റെസ്പെക്റ്റ് ആണ്, എല്ലാ ജീവജാലങ്ങളോടും വളരെ എമ്പതി കാണിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെ അത് കലയുടെ നർച്ചറിങ് ആയിരുന്നു. കലയുടെ ഹസ്ബൻഡിന്റെയും ഒരു നർച്ചറിങ് തന്നെയായിരുന്നു ആ മോൻ അങ്ങനെ ആയത്. അപ്പൊ കല പറയണത് ഞാൻ എന്റെ പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെ അനുഭവിച്ചു. സോ എല്ലാ സ്ത്രീകളും അതുപോലെയുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആണ് കല ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ പറഞ്ഞത്. അത് നമ്മൾ എല്ലായിടങ്ങളിലും അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഒരു ക്ലാസ്സിന് വിളിച്ചാൽ വരണം എന്നില്ലല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരണമെന്നില്ലല്ലോ. ചിലപ്പോൾ കുട്ടികളുടെ PTA മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ അമ്മ മാത്രം വരണ പോലെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയല്ല, അത് ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ വേണം, ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യണം എന്നുള്ളത് മനസ്സിൽ വേണം. അതൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ള ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് പല ഏരിയയിലുള്ള ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് ഒരു എന്താ പറയാ, അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ അതുമല്ല, മനുഷ്യർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവില്ല. ചെറിയൊരു പേയ്മെന്റ് വെച്ച്, അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ചലഞ്ചായിട്ട് കാണുന്നത്. എനിവേ അത് എല്ലാരും മനസ്സിലാക്കി അത് ഹോപ്പ്ഫുള്ളി നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു സബ് കോൺഷ്യസ് ഒരു ചെറുപ്പത്തിലൊരു എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായി കുട്ടിയുടെ ഓർമ്മ വരാത്ത സമയമാണെങ്കിൽ പോലും അത് കുട്ടിയുടെ എന്താ പറയാ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എത്ര പ്രായമായി കഴിഞ്ഞാലും പാറ്റ, പല്ലി, പിന്നെ ഇരുട്ട്, നിലാവ് അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഇടി മിന്നലും അങ്ങനത്തെയൊക്കെ പേടിയാ. ഹസ്ബൻഡിന് നിലാവ് പേടിയാന്ന് പറഞ്ഞു. ഫസ്റ്റ് കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു നിലാവ് പേടിയോ? നിലാവ് ഭയങ്കര രസമുള്ള സംഭവമാണല്ലോ, ഭയങ്കര റൊമാൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണ് നിലാവ്. കവികളൊക്കെ കുറെ നിലാവിനെ കുറിച്ചൊക്കെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സിനിമയിലും കുറെ പാട്ടുകളുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, ഓരോരുത്തരുടെ പേടി അവരുടെ പേടിയാണല്ലോ, നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം, കളിയാക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ നിലാവ് ശ്രദ്ധിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ഒരു പക്ഷേ ആൾക്ക് എന്തുകൊണ്ടാണ് പേടിയെന്ന് ആൾക്ക് പറയാനറിയില്ല. ചെറുപ്പത്തിലേ ഉണ്ടായൊരു പേടി. ഈ നിലാവ് സമയത്താണല്ലോ നിഴല് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത്. പണ്ടൊക്കെ വീടുകളിലൊക്കെ നിറയെ വാഴയും തെങ്ങും അങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ നിഴല് കണ്ട് ചിലപ്പോ ചെറുപ്പത്തിൽ വല്ലതും പേടിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കറിയില്ല അത് തന്നെയാണോ റീസൺ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു, നിലാവ് ഭയങ്കര പേടിയാന്നുള്ളത്. ഇപ്പോഴും പറയും. ഇപ്പോഴും നിലാവ് ആൾക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് നിലാവ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഓർമ്മയില്ലാത്ത സമയത്ത് നമുക്കുണ്ടായ കാര്യങ്ങൾ വരെയും ഇങ്ങനെ കിടക്കും. ഒരു വേസ്റ്റ് ബിൻ പോലെയാണത്. അപ്പൊ നമ്മള് ഏറ്റവും ചെറുപ്പത്തില് അവരുടെ ആ ജീവന്റെ തൊടുപ്പുള്ള സമയം തുടങ്ങി അവർക്ക് നല്ല എന്താ പറയാ നിമിഷങ്ങളും നല്ല ഓർമ്മകളുമാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ആ സമയത്ത് ഓർമ്മയില്ലെങ്കിൽ പോലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ വേസ്റ്റ് പോയി എന്നറിയില്ലല്ലോ, നല്ല തന്നെയായിരിക്കില്ലേ, അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചില സമയത്ത് ഈ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ഇങ്ങനെ ഉറക്കത്തിൽ ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഇങ്ങനെ വീട്ടിലുള്ള പഴയ ആൾക്കാരൊക്കെ പറയും, എന്താ ആരോ വന്ന് തൊട്ടു, മാലാഖ വന്നു, എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ മേ ബി അവരുടെ ആ ഓർമ്മയായിരിക്കാം അവർക്ക് ഇങ്ങനെ വരുന്നത്. അവർക്ക് അപ്പൊ പറയാനും അറിയില്ല, അവർക്ക് മെമ്മറി ഇല്ലാത്ത സമയമാണല്ലോ. അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് ശരിയാക്കാം, ഇനി പോട്ടെ അങ്ങനെ വിചാരിച്ച ഒരു കുട്ടിയെ കൺസിഡർ ചെയ്ത് ആ കുട്ടിക്ക് അത് അമ്മയുടെ വോമ്പിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പയർ ആകുമ്പോൾ തുടങ്ങിയ നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നമ്മുടെ പാർട്ട്ണറെയൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു, വീടുകളിലെ സാഹചര്യങ്ങളിലൊക്കെ മാറ്റമൊക്കെ ഉണ്ട്. എല്ലാവർക്കും പല കാര്യങ്ങളിലും നല്ല അവയർനെസ് ഉണ്ട്. ടെക്നോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു സെമിനാർ സർവേ ചെയ്യാനായിട്ട് തന്നിരുന്നു, ഒരു 35 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ശരിയാണ്, വൈവയില് പലരോടും ചോദിക്കുക ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം പറയണത്. അതൊരു ഫാക്ടറി ആണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ബർണർ പോലെ, ഒരു ഫർണസ് പോലെ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് വായിച്ച് ഒത്തിരി കൺഫ്യൂഷൻ ആകണ്ട, ജസ്റ്റ് ഹോമും നീമിയും ഇതെല്ലാമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം ഇതാണ്, അത് 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി തന്നെയാണ്. അതിന് റെസ്റ്റും ഇല്ല, ഉറപ്പും ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കുഞ്ഞിന് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മളെ ആ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ ഡിഫറെന്റ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്, മെന്റൽ ഡിഫറൻസസ് ഒക്കെയാണ്. ഇതൊരു ചാപ്റ്ററിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ട്. അതും ഡോക്ടർ മോണ്ടിസോറി ടേംസ് ആയിട്ട് എടുക്കും. ഈ മോണ്ടിസോറി ടേംസിൽ തന്നെ അബ്സോർബൻ മൈൻഡ്, സെൻസിറ്റീവ് പീരീഡ്, ഇതെല്ലാം മോണ്ടിസോറി ടേംസ് ആണ് കേട്ടോ. മറിയ മോണ്ടിസോറി യുണീക്ക് ആയിട്ട് എന്തൊക്കെ പേരിട്ട് വിളിച്ചോ അതെല്ലാം മോണ്ടിസോറി ടേംസ് ആണ്. കുറച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ഫിസിക്കൽ ഡിഫറൻസസ് നമുക്ക് ഊഹിക്കാം, നമ്മളെല്ലാവരും ഒരുപോലെയല്ല ഇരിക്കുന്നത്. നമ്മുടെ ഫേസിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്, എക്സ്പ്രഷനിൽ വ്യത്യാസമുണ്ട്. നമ്മളെയൊക്കെ യുണീക്ക് ആക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സും കൂടിയാണല്ലേ. മൂക്ക്, കണ്ണ്, മുടിയുടെ ടെക്സ്ചർ, നെറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കാം നമ്മൾ യുണീക്ക് ആക്കുന്നത്. പല്ല്, ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഇതിലൊക്കെ വരും. ഹൈറ്റ്, വെയിറ്റ്, സ്കിന്നിന്റെ കളറ്, കണ്ണിന്റെ കളറ്, അതാണല്ലോ. ഫോറിനേഴ്സും നമ്മളൊക്കെ തമ്മിലും ഫിസിക്കലി ഭയങ്കര ഡിഫറൻസസ് ഉണ്ട്. ഈവൻ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലുള്ളവർ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അതുപോലെ മൗത്തിന്റെ ഷേപ്പ്, നോസിന്റെ ഷേപ്പ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, പിന്നെ സംസാരിക്കുന്ന രീതി. നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളം വേണ്ട ഒരു ജില്ല എടുക്കുവാണെങ്കിൽ ആ ജില്ലയിൽ തന്നെ പല രീതിയിലുള്ള കൊളോക്കിയലായിട്ട് സംസാരിക്കുന്നവരുണ്ട്, ടോണിൽ വ്യത്യാസമുണ്ട്, ആക്സെന്റിൽ വ്യത്യാസമുള്ളവരുണ്ട്, അങ്ങനെ അല്ലെ. പിന്നെ ഹെയർ സ്റ്റൈല്, അങ്ങനെ പല രീതിയിലും വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ട്, നടക്കുന്നതിൽ വ്യത്യാസം. നെക്സ്റ്റ് മെന്റൽ ഡിഫറൻസസ്, അത് നമ്മളുടെ കപ്പാസിറ്റിയും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. എബിലിറ്റിയും കപ്പാസിറ്റീസും, ചിന്തിക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവ്, തിങ്കിങ് പവർ ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, നമ്മൾക്ക് പല കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്, നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ജനറൽ ഇന്റലിജൻസ് ഒന്നുമില്ല. പിന്നെ ആ ഒരു പാരഗ്രാഫിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ലാസ്റ്റ് സെന്റൻസ്. നമ്മൾ പറയും, എപ്പോഴും നമ്മൾ പറയും, ഒരു നല്ലൊരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്ത്, നമ്മളെ അനലൈസ് ചെയ്ത്, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത്, സെൽഫ് അവയർനെസ്, നമ്മളുടെ കുറവുകൾ നമ്മൾ മാറ്റി നമ്മുടെ സ്ട്രെങ്ത് കൂടുതൽ സ്ട്രെങ്ത് ആക്കി, വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അത് ഓവർകം ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് വേറൊരാളുടെ കുറവുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ലാസ്റ്റ് കുറച്ച് ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് IQ അനുസരിച്ച്. നമുക്ക് ഇത്രയും പറയാൻ നമ്മളുടെ IQന്റെ ബേസിസിൽ ആളുകൾക്ക് ഇന്റലിജൻസ് ഡിഫറെന്റ് ആണെന്ന് പറയാം.
അല്ലാതെ നമ്മൾ ഒരാളെ ഇഡിയറ്റ് എന്ന് വിളിക്കാനോ ഫൂൾ എന്ന് വിളിക്കാനോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള അങ്ങനെ ഒരിക്കലും ആളുകളെ ജഡ്ജ് ചെയ്യരുത്. പുതിയ ടെക്സ്റ്റിൽ ഞാൻ ഇതെല്ലാം കളയും. നിങ്ങൾ അതൊന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തേക്കട്ടെ. അങ്ങനെയുള്ള വാക്കുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി മോട്ടർ എബിലിറ്റിയുടെ ഡിഫറൻസസ്, അത് നമ്മുടെ സ്പീഡ് ഓഫ് ആക്ഷൻ, നമ്മൾ എടുക്കുന്ന ഒരു റിയാക്ഷൻ ടൈം. സ്പോണ്ടേനിയസ് ആയിട്ട് ചില റിയാക്റ്റീവ്. ക്യൂസ് കോമ്പറ്റീഷനിലൊക്കെ പോകുമ്പോൾ ചിലര് പെട്ടെന്ന് ആൻസർ പറയുന്നത് കാണാല്ലേ, അത് അവരുടെ ആ ഒരു മോട്ടർ എബിലിറ്റിയുടെ ഒരു ഇതാണ്. പിന്നെ മാരത്തോൺ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓട്ട മത്സരമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം എത്തുന്നവര്, അത് അവരുടെ സ്പീഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ മൂവ്മെന്റ്സിലുള്ള എബിലിറ്റി, അതിന്റെ ഡിഫറൻസസ്, അതാണ് ഡിഫറൻസ് ഇൻ മോട്ടർ എബിലിറ്റി. ബോഡിയിലേക്ക് കിനെസ്തെറ്റിക് വരും. കാരണം നമുക്ക് നിമിഷ നേരം കൊണ്ട് പണികളെല്ലാം തീർത്ത് എല്ലാം ഓർഡറിലാക്കി വെക്കും. അത് ഒക്കെ മോട്ടർ എബിലിറ്റിയുടെ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ്. ക്ഷീണം ഉണ്ടാവില്ല. ചില ആളുകൾ കണ്ടിട്ടില്ലേ, രാവിലെ 8 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെ അവർ വളരെ എനർജറ്റിക് ആയിട്ട് പണിയെടുക്കുന്ന കാണാം. ഇനി ആ പണിയെടുക്കുന്നതിലൊരു കാര്യമുണ്ട്, അത് നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ജോബ് കരിയർ കോളിംഗ്, ഇതെന്താ കോളിംഗ് എന്ന് പറഞ്ഞാൽ പർപ്പസ്, ഇതെന്താന്ന് നോക്കാം. നമ്മളൊരു ജോലിയിലാണ്, പക്ഷെ നമുക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല, പ്രഷറൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതൊരു ജോബാണ്, പക്ഷെ റിലേറ്റഡ് വിത്ത് നമ്മുടെ ഏണിങ്, നമുക്ക് കിട്ടുന്ന ശമ്പളമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ കരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാഷനുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഡെവലപ്പ് ആകാനുള്ള ഓപ്ഷൻ ഉള്ളതാണ് കരിയർ. ഡിഫറൻസ് മനസ്സിലായോ? ജോബും കരിയറും. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ആളുകൾക്ക് ജോബും കരിയറും എല്ലാം ഒന്നായിരിക്കും. ചില ആളുകൾ ഇഷ്ടമില്ലാതെ ഒരു ജോലിയിൽ കിടക്കുന്നു, പക്ഷെ മനസ്സിലെ ആഗ്രഹം പാഷൻ വേറെ ജോലിയുടെ ആയിരിക്കും, കരിയറിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് പറ്റിയെന്ന് വരിക. അപ്പൊ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കും ഡെവലപ്മെന്റ് നടക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമ്മളുടെ ജോബ് തന്നെയാണ് നമ്മുടെ കരിയർ എങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പ്രൊവൈഡ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ശമ്പളം കുറവാണെങ്കിൽ പോലും എനിക്ക് വളരെ സന്തോഷമാണ് ചില ആളുകൾ പറയാറുണ്ട്. അത് അവരുടെ കരിയർ അതാണെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സെൽഫ് അനാലിസിസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, എന്റെ കരിയർ എന്താണ്. നെക്സ്റ്റ് തേർഡ് വണ്ണാണ് പർപ്പസ്. ഞാൻ എന്തിനാണ് ഈ ഒരു കരിയർ, എന്റെ പർപ്പസ് എന്താണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടില്ല, നമ്മളുടെ പർപ്പസ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ടീച്ചറായ കൊച്ചു കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താനാണ് എന്റെ പർപ്പസ്. അതാണ് എന്റെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും എനിക്ക് ചേഞ്ചസ് വരുത്തണം, അവരെ ഹെൽപ്പ് ചെയ്യണം, അവരെ ഡെവലപ്പ് ചെയ്യിക്കണം. അതായിരിക്കും നമ്മുടെ പർപ്പസ്. അതിൻ്റെ ഒപ്പം എനിക്ക് ഏണിങ്ങും വേണം. ഡെഫിനറ്റ്ലി നമ്മൾക്കൊരു വരുമാനം വേണമല്ലോ അല്ലെ, സ്വന്തം കാലിൽ. എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം. അപ്പൊ എന്റെ പർപ്പസ് ഞാൻ കണ്ടുപിടിച്ചതാണ്, എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം, മറ്റുള്ളവരെയും എനിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് അവരെ ഗൈഡ് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം. അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണ്, എന്റെ പല കാര്യങ്ങൾ ചെയ്യുന്നതും ഇൻഡിപെൻഡന്റ് ആണ്, മറ്റാളുകളും ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ എന്റെ പർപ്പസ് കണ്ടുപിടിച്ചത് തന്നെയാണ് കേട്ടോ. എന്റെ കരിയർ ട്രെയിനറാണ്. അപ്പോൾ എനിക്ക് ലൈഫ് ലോങ്, എനിക്ക് ശബ്ദമുള്ളിടത്തോളം കാലം ഞാൻ ട്രെയിനിങ് കൊടുക്കും. എനിക്ക് പറ്റുന്ന മേഖലകളിൽ എന്റെ പർപ്പസ് ഇൻഡിപെൻഡന്റ് ആകുക, മേക്ക് അതേഴ്സ് ടു ഇൻഡിപെൻഡന്റ്. ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങളുടെ ടാസ്ക് ആണ്, നിങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾക്ക് വേറൊരു ഈ ഒരു കരിയർ അല്ലെങ്കിൽ ഈ പർപ്പസ് കണ്ടുപിടിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് തന്നെ ഒരു അസസ്മെന്റ് ചെയ്ത് നോക്കാം. വേറൊന്നുമല്ല, ഇപ്പൊ നമ്മളുടെ ഏജ്, ഇപ്പൊ ഞാനിപ്പോ 48-ലെത്തി, നമുക്ക് 5 ഇയേഴ്സിന്റെ ഗ്യാപ്പില് നമുക്കൊരു മൈൽ സ്റ്റോൺ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതായത് 0 ഇയർ തുടങ്ങി, അത് ബർത്ത് തുടങ്ങി നമ്മൾ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ഒരു ഏജ് വരെ നിങ്ങളൊരു സ്റ്റെയർ കേസ് പോലെ ഇങ്ങനെ വരയ്ക്കുക. 5 ഇയേഴ്സ് ഗ്യാപ്പിൽ ആ സ്റ്റെയർ കേസിൽ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളുടെ, എന്റെ ചെയ്ത് വെച്ചിട്ട് കേട്ടോ, എന്റെ പലതും ബ്ലാങ്കാണ്. ഞാൻ ആലോചിച്ചിട്ട് എന്റെ എന്തെങ്ങനെ ബ്ലാങ്ക് ആയിട്ട്. എന്റെ ഒരു മെന്റർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി, പക്ഷെ എനിക്ക് റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ മൈൽ സ്റ്റോൺ എഴുതി കഴിഞ്ഞപ്പോ. കാരണം എനിക്ക് കുറേ സ്ഥലത്ത് എനിക്ക് ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് മീൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഒരു 0 to 5 ഇയേഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാണ്. എനിക്ക് 0 to 5 ഇയേഴ്സിൽ എന്റെ ഓർമ്മയിൽ എന്നെ നഴ്സറിയിൽ പഠിപ്പിച്ച കന്നഡ ടീച്ചർ മാത്രമേ ഉള്ളൂ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആള്. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി അത് എഴുതി. അതുപോലെ തന്നെ
നമ്മുടെ അംബീഷൻ ആരാകണമെന്ന് ആഗ്രഹം. എനിക്ക് ആ പ്രായത്തിലൊന്നും ആരാവണം, 5 വയസ്സിൽ നമുക്ക് ആരാകാൻ ആഗ്രഹം. ചിലപ്പോ ചില കുട്ടികൾക്ക് ടീച്ചർ എന്നൊക്കെ ഉണ്ടാവും, ടീച്ചർമാരെ കണ്ട്. എനിക്ക് ആ സമയം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു അംബീഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ അൺഫോർഗറ്റബിൾ ഇവന്റ്, നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം. അത് സന്തോഷമാവാം, സങ്കടമാവാം. പിന്നെ എന്താ, ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു ഫീലിംഗ്. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ മൈൽസ്റ്റോൺ ചെയ്തത്. ഒന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി, ഒന്ന് നമ്മൾക്ക് ആ പ്രായത്തിൽ നമ്മളുടെ അംബീഷൻ, പിന്നെ ഒരെണ്ണം നമ്മൾക്ക് ആ സമയത്ത് പ്രിഡോമിനന്റ് ആയ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഫീലിംഗ്. ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, ഹാപ്പി. പിന്നെ എന്തായിട്ട് പറഞ്ഞത്, മറക്കാൻ പറ്റാത്ത ഒരു ഇവന്റ്. ഇതിനൊക്കെ ഒരു പേര് കൊടുക്കുക. മറക്കാൻ പറ്റാത്ത ഇവന്റിന് ഇന്ന് കൊടുക്കുക, പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത പേഴ്സൺ ഐ കൊടുക്കുക, പിന്നെ ഫീലിംഗ് എഫ് കൊടുക്കുക, പിന്നെ അംബീഷൻ എ എന്നൊക്കെ കൊടുത്തിട്ട് ഒന്ന് എഴുതി നോക്കൂ. നമ്മളുടെ ഒരു സെൽഫ് അനാലിസിസ് ആണ്. ഇനി ചെറിയ പ്രായത്തിൽ ഓർക്കണില്ലെങ്കിൽ മോളിന്ന് താഴേക്ക് വരിക, ഇപ്പോഴുള്ള ഏജിൽ നിന്ന് താഴേക്ക് വരിക. ശരിക്കും ഞാൻ എൻ്റെ ഒരു 40 ഒക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ട്രാക്ക് കണ്ടുപിടിച്ചത്. ആ ഒരു ട്രെയിനർ ആകുക എന്നുള്ളത്, അല്ലെങ്കിൽ ട്രെയിനർ ആയ ആ ഒരു അംബീഷൻ വന്നത് ആ ഒരു സമയത്താണ്. 35 to 40 ആ ഒരു റേഞ്ചിലാണ് അംബീഷൻ ട്രെയിനറിലേക്ക് പോയത്. അതിനു മുമ്പ് വരെ ലെക്ചറർ, ടീച്ചർ അത്രയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു അംബീഷനും ഇല്ലാണ്ട് മരവിച്ച് ജീവിച്ച എന്തോ ഒരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറെ എഴുതി. അപ്പൊ എന്റെ മെന്റർ ഉണ്ട്, നമ്മളത് പോസ്റ്റ് ചെയ്യും കേട്ടോ ഗ്രൂപ്പില്, എല്ലാരും കാണുവാണല്ലോ. എന്റെ മെന്റർ എന്നെ വിളിച്ചിട്ട് എനിക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, മാം ആ ഒരു സമയത്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. അറ്റ്ലീസ്റ്റ് ഞാൻ ഇപ്പൊ തുടങ്ങിയല്ലോ, എന്റെ ട്രാക്കിലേക്ക് ഞാൻ വന്നു, ഞാൻ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഇത്രയും ആളുകൾ കാണുവാണെന്ന് വിചാരിച്ച് ഹൈഡ് ചെയ്തിട്ട് ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെ എനിക്ക് എഴുതി വെക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനത് ഫുൾ ഇങ്ങനെ അൺഫോർഗറ്റബിൾ ഇവന്റ് ഒക്കെ എഴുതിയത്, ബ്രദർ മരിച്ചത്, അങ്ങനെ കുറെ അങ്ങനെ ഓരോ സമയത്തെ കാര്യങ്ങളും അതൊക്കെയായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ എനിക്ക് 5 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്ക് എന്റെ മ്യൂസിക് ടീച്ചർ മരിച്ചത്. അതിനുശേഷം എനിക്ക് ഇങ്ങനെ വരില്ല, പാട്ട് വരില്ല, എപ്പോഴും ഇല്ല കേട്ടോ, ഇങ്ങനെ വരില്ല. അത് ഇങ്ങനെ ഒരു ബ്ലോക്ക് ആയതും ആ ഒരു എന്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞെട്ടുന്ന ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ കുറച്ചുകൂടെ അഡൾട്ട് ആവുമ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ കണ്ടുപിടിക്കും. ചൈൽഡ്ഹുഡിൽ ട്രോമയുടെ പ്രശ്നം അതാണ്. അപ്പൊ ചൈൽഡ്ഹുഡിൽ ഒരു കുട്ടിക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ആ കുട്ടിയെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. കാരണം അതൊക്കെ മറന്നു പോവില്ല. അപ്പൊ അതിന് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഉള്ള സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ആസ് എ ടീച്ചർ, ആസ് എ പാരന്റ്, ആസ് എ മെന്റർ. ഓക്കെ ഫൈൻ, എന്തായാലും കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഒരു ക്ലാസ്സും കൂടെ ചിലപ്പോൾ വേണ്ടി വരും. ടെൻഡൻസീസ് നിങ്ങളുടെ ബൈവയെ കുറിച്ചൊക്കെ പേടിക്കോ ടെൻഷനാവോ ഒന്നും വേണ്ട. ചെയ്ത ഞാൻ ഒത്തിരി വർക്ക് ചെയ്തോളൂ, എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയുള്ളവർക്ക് ലാസ്റ്റ് തരാം. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും ലേറ്റ് ആവാനില്ല. പിന്നെ ഇത് കുറെ കുട്ടികള് ചിലപ്പോൾ സർവേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവര് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. നമ്മൾ അതിനനുസരിച്ചൊന്ന് മാർക്ക്, അപ്പം ചിന്തിക്കുക, ഞാൻ ചെയ്തതിനനുസരിച്ചുള്ള മാർക്ക്, ആ ഒരു പെർഫോമൻസിനനുസരിച്ചുള്ള മാർക്ക് മതി എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് വൈവാറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു കാര്യങ്ങളും ആരുമായിട്ട് ഷെയർ ചെയ്യില്ല, എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഓക്കെ, നമ്മളൊരു ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സിന് അതറിയാം. ടീച്ചറുടെ കോഡ് ഓഫ് എത്തിക്സ് അത് തന്നെയാണ്. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ, അല്ലാത്തത് അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കും. പിന്നെ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും മാർക്കിന്, അപ്പൊ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും, അത്രയും. ഓക്കെ, then have a nice day. Thank you so much. Thank you. എഴുതി നോക്കുന്ന സമയം കിട്ടുമ്പോ സ്റ്റെപ്സ് എനിക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടിയ കാര്യമാണ്. ബൈ. മാം ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടോ മാം, എനിക്ക് ഇവിടെ ആക്ടിവിറ്റീസ് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഇത് ഞാൻ കട്ടിലിന്റെ മേളിലായതുകൊണ്ട് എനിക്ക് മേളിൽ കയറി അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് കുഴപ്പമില്ല, അതിനനുസരിച്ച് ക്യാമറയിൽ താഴ്ത്തിയാൽ മതി. എന്തെങ്കിലും കാണുന്നില്ലെങ്കിൽ നമ്മളിപ്പോ ടീച്ചർ ആരാന്ന് വെച്ചാൽ ഒന്നും കൂടെ താഴ്ത്തുന്നു, അതൊന്ന് പൊക്കി പിടിക്കുന്നൊക്കെ പറയാലോ. അത് പ്രശ്നമില്ല, കാണാം സ്ഥിതിയെല്ലാം കാണാം. ഓക്കെ മാം. വെരി ഗുഡ്.
താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കുറെ പേര് ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു, ബാക്ക് വർക്ക് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് ടെക്നിക്കലി എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ബൈ.